പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ലോകത്ത് മുഴുവൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു പിക്ചറിലുള്ളത് പോലെ വളരെ സ്മൂത്ത് കർവ്ഡ് ലൈന് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ കഴിയും. ഇത് എർത്ത് സർഫേസിൽ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ വിതരണം ചെയ്യപ്പെട്ടത് എന്നതിനെ കാണിക്കുന്ന ഒരു ഇമാജിനറി ലൈൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരേപോലെയുള്ള സ്ഥലങ്ങളെ കൂട്ടിയിണക്കി അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് വരക്കുന്ന ചില ഇമാജിനറി ലൈൻസ് ഉണ്ട്. ആ മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ലൈൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഡ്യൂറിങ് സമ്മർ ഹൈ ടെമ്പറേച്ചർ prevails ഓവർ ദി ലാൻഡ് കമ്പയർഡ് ടു ദി സീ. ഡ്യൂറിങ് ദി വിൻ്റർ ദി കോർഡിനേഷൻ ഈസ് റിവേഴ്സ്ഡ്. വളരെ ചൂടുള്ള സമയമാണെങ്കിൽ പൊതുവെ ലാൻഡ് ഏരിയകളിൽ ചൂട് കൂടുതലായിരിക്കും. എന്തിനെ സംബന്ധിച്ചിടത്തോളം? കടലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കടലിനോട് കമ്പയർ ചെയ്യുമ്പോൾ കരയിൽ ചൂട് കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെ വിൻ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലഘട്ടത്തിൽ, ശൈത്യ കാലഘട്ടത്തിൽ നേരെ റിവേഴ്സ് ആയിരിക്കും. ലാൻഡ് ഏരിയയിൽ തണുപ്പ് കൂടുതലും കടലിനെ അപേക്ഷിച്ച് ലാൻഡ് ഏരിയയിൽ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികം ദി ബെൻഡിങ് ഓഫ് ഐസോതെം ഈസ് ഡ്യൂ ടു ദി ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരച്ച ഈ ഇമാജിനറി ലൈൻസിൽ അല്ലെങ്കിൽ ഐസോതേംസ് എന്ന് പറയുന്ന സമതാപ രേഖ കടലും അതുപോലെ തന്നെ കരയും ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വളഞ്ഞതായിട്ട് ബെൻഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. അതിനുള്ള കാരണം എന്താ? കരയിൽ നിന്ന് കടലിലേക്ക് പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു തണുപ്പ് കൂടുകയോ അല്ലെങ്കിൽ ചൂട് കൂടുകയോ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ലൈന് കർവ്ഡ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുവരെ ഒരേപോലത്തെ താപമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ലൈനിൽ ബെൻഡിങ് ഒന്നുമില്ലാതെ, വളവില്ലാതെ, ചെരിവില്ലാതെ പോയിരുന്നത് കടലും കരയും ഉള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യും? ബെൻഡിങ് നമുക്ക് കാണാൻ കഴിയും. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഈ ഫ്ലക്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ വിവിധ തരത്തിലുള്ള ഫിനോമിനാസ്, വിവിധ തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഉദാഹരണമായിട്ട് പ്രഷർ വേരിയേഷൻ അഥവാ മർദ്ദത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു, ക്ലൗഡ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ അഥവാ മഴയ്ക്കൊക്കെ കാരണമാകുന്നത് ഈ ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അടുത്ത, വാട്ടർ കണ്ടൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദി അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. ഇനി നമുക്ക് പറയാനുള്ളത്, അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അന്തരീക്ഷ ഫിനോമിനകളിൽ അഥവാ അന്തരീക്ഷ പ്രതിഭാസങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ അത് നമുക്ക് വിശദീകരിക്കാം.